ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. അപ്പോൾ മക്കളെ, നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പഠിച്ചു പോകണ്ടല്ലോ അല്ലേ? ഒരു നിമിഷം പോലും കളയരുത് കേട്ടോ. കാരണം നമുക്കിനി 21 ദിവസം കൂടി ഉള്ളൂ 12-ാം തീയതി ആകാൻ. ജൂൺ 12-ാം തീയതി ആകാൻ 21 ദിവസം കൂടി ഉള്ളൂ. മാത്സ് പരീക്ഷയ്ക്ക് ഇനി 23 ദിവസമേ ഉള്ളൂ മക്കളെ. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണക്ക് കൂട്ടിയാൽ ഒരു 20 ദിവസം കൂട്ടും. നമ്മൾ 30 ദിവസം പറഞ്ഞതിനകത്തെ 10 ദിവസം ഇപ്പോഴേ പോയി. അപ്പോൾ ഇനി നമുക്ക് 21 ദിവസം. ഓക്കെ, അപ്പോൾ ദിവസങ്ങൾ പോകുന്നത് കണ്ടല്ലോ, അത്രയും സ്പീഡിലാണ് ദിവസങ്ങൾ പോകുന്നത്. ഒരു നിമിഷം പോലും കളയരുത്. മാക്സിമം യൂസ് ചെയ്യുക ഓരോ ദിവസവും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കാത്തവരുണ്ടാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം ഫുള്ള് നിങ്ങൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ കുളിച്ച് റെഡിയായിട്ടിരിക്കുക. വൈകുന്നേരം ഒരു 4-5 മണി വരെ ഇരുന്ന് ഫുൾ ടൈം പഠിക്കുക. വെക്കേഷനാണ്, അതുകൊണ്ട് ഫുൾ ടൈം നമ്മുടെ കയ്യിലുണ്ട്. ഒരു 20-21 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടാണല്ലോ മക്കളെ. നമ്മൾ ഈ ഒരു വർഷം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി. അതോ നിങ്ങൾ ഓർത്തോണം, നമുക്ക് അടുത്ത കോഴ്സിൽ നമുക്ക് പോകാനുള്ള ചാൻസ് ആണ്. നിങ്ങൾ കളയരുത് മക്കളെ. 3-4 വിഷയമല്ല, 6 വിഷയം പോയവർക്കും ധാരാളം സമയമുണ്ട് പഠിക്കാൻ. ഓക്കെ, 6 വിഷയം പോയവർക്കും ഞാൻ പറയുന്ന പോലെ, ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നിങ്ങൾ ഒട്ടും കളയാതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാം. യൂട്യൂബിൽ ഇഷ്ടം പോലെ പല സബ്ജക്റ്റിൻ്റെ ഉള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കാണാം. ഇത് തന്നെ കാണുമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധിക്കുന്നില്ല. മാത്സിൻ്റെ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി ആണെങ്കിലും നിങ്ങൾ ജയിച്ചിരിക്കണം. 20 ദിവസം നന്നായിട്ട് 20 ദിവസം ടാർഗറ്റ് ഇട്ടോ. ഓക്കെ, ആ 20 ദിവസം നന്നായിട്ട് പഠിച്ചോണം. ഇനിയും നമുക്ക് സമയമുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇനി നമുക്ക് 10 ദിവസം കൂടെ ഉള്ളൂ. അത്രയും സ്പീഡിലേക്ക് നമ്മുടെ ദിവസങ്ങൾ പോകുന്നു. മക്കളെ, പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. എനിക്കറിയാം എൻ്റെ പല മക്കളും എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, എക്സാം അടുക്കും തോറും വീഡിയോസിന് എണ്ണം കൂട്ടാം. ഇപ്പം ഞാൻ ബാച്ചിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാച്ചിലെ കുട്ടികൾക്ക് വീഡിയോസ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, അതിലോ ആ ഒരു ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വരും. അതിലൊരു ഹായ് അയച്ചാൽ മതി. എൻ്റെ ബാച്ചിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. ബാച്ചിലെ ക്ലാസ് എങ്ങനെയാണ് നൽകുന്നതെന്നൊക്കെ കുറേ കുട്ടികൾ ഡൗട്ട് ചോദിച്ചു. മക്കളെ, ആപ്പ് വഴിയാണ്, പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം നൽകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയണമെങ്കിൽ ഒരു ഹായ് അയച്ചാൽ മതി. പിന്നെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കൾ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ റെക്കോർഡായിട്ടാണ് നൽകുന്നത്. ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണാൻ വേണ്ടിയാണ് അങ്ങനെ നൽകുന്നത്. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഒരു 5 ദിവസം മുമ്പ്, എക്സാമിന് 5 ദിവസം മുമ്പ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഒരേപോലെ ക്ലാസ് ലഭിക്കും. അതാണ് ബാച്ചിൻ്റെ ഗുണം. റെക്കോർഡ് ക്ലാസ്സായിട്ട് അടുക്കി ഇടുവാണ്. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 13 മാർക്ക് സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക്. ബാക്കി ഇനിയൊരു ചാപ്റ്റർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള രീതിയിലാണ് ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാച്ചിലെ കുട്ടികൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു 36 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ പാസിൻ്റെ അപ്പുറമുള്ള മാർക്ക് 36-40 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എത്രയാണ് നിങ്ങൾ നോക്കുക, അതിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. പിന്നെ ബാച്ചിലെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളോട് ചോദിച്ചാൽ മതി. അവർ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യും. എൻ്റെ ബാച്ചിലെ സ്റ്റുഡൻ്റാന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യും. ബാച്ചിലെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് മക്കളെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചേരാൻ താല്പര്യമുള്ളവർക്ക് അവർക്കൊരു പ്രചോദനമാവും. ചേരണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലിരിക്കുകയാണ് കുറേ പേര്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇന്നത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് വെക്ടർ അൾജിബ്ര എന്ന ചാപ്റ്ററും 3 ഡയമെൻഷണൽ ജോമെട്രി എന്നൊരു ചാപ്റ്ററിൽ നിന്നും കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ്. ഇത് 3Dക്കകത്തുകൊണ്ട് വെക്ടറിനകത്തുകൊണ്ട് ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. പക്ഷേ അത് ചോദിക്കുന്നത് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയും 4 അല്ലെങ്കിൽ 2 ഇങ്ങനെയും ചോദിക്കാം. അപ്പോഴെത്രയും 4 അപ്പോൾ അങ്ങനെ ഒരു 2 മാർക്കിന് ചോദിക്കാനോ അല്ലെങ്കിൽ 3 മാർക്കിന് ഫുള്ളായിട്ട് ചോദിക്കാനോ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് വിട്ടുകളയൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും ഇങ്ങനെ ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിച്ചോണേ, വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. നോക്കിക്കോണേ, ഡയറക്ഷൻ റേഷ്യോ ഇവിടുത്തെ വെക്ടർ ഏതാണ്? I + 2j + 3k അല്ലേ. അപ്പോൾ ഞാൻ വെക്ടർ ആർ എന്ന് എടുത്ത് എഴുതുവാണ്. I +
2j പ്ലസ് 3k. മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണേ. ഡയറക്ഷൻ റേഷ്യോസ് നോക്കിക്കോണേ. വളരെ എളുപ്പമായിട്ടാണ് നോക്കിക്കോണേ. ഐയുടെ കൂടെ കിടക്കുന്ന നമ്പരും ജെയുടെ കൂടെ കിടക്കുന്ന നമ്പരും കെയുടെ കൂടെ കിടക്കുന്ന നമ്പരും ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് അത് ഞാനിവിടെ എഴുതാം. ഇവിടെ ഐയുടെ കൂടെ 1 ആണുള്ളത്. 1i എന്നല്ലേ? ഇവിടെ എന്താണ്? 2 ആണ്. ഇവിടെ 3 ആണ്. സോ അത് കോമയിട്ട് എഴുതി കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ ആയി 1, 2, 3. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടരുത് കേട്ടോ. ബ്രാക്കറ്റ് ഇട്ട് എഴുതരുത്, കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതരുത്. നമ്മളിങ്ങനെ കോമയിട്ട് എഴുതിയാൽ മതി. ഡയറക്ഷൻ റേഷ്യോ കഴിഞ്ഞു. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡയറക്ഷൻ കൊസൈൻസ് ആണ്. അതും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഡയറക്ഷൻ കൊസൈൻസ്. മക്കളെ ഈ ഡയറക്ഷൻ റേഷ്യോസ് ഇല്ലേ, അത് ഏതൊക്കെയാണ്? 1, 2, 3. അത് അതേപോലെ എഴുതിക്കേ. 1/2/3/. എന്തിനാ ബൈ ഇട്ടെന്ന് വെച്ചാൽ താഴത്തെ ഒരു സാധനം കൂടെ എഴുതിയാലേ ഡയറക്ഷൻ കൊസൈൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, അത് ഈ നമ്പറില്ലേ എന്ന് പറഞ്ഞത് ഇതിൻ്റെ മോഡുലസ്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ മോഡ് ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3. ഇതിൻ്റെ സ്ക്വയർ എടുക്കും. മോഡുലസ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ വീഡിയോ കണ്ടാണല്ലോ. എന്ന് പറഞ്ഞാൽ മോഡുലസ് ആർ ഇടുക, എന്നിട്ട് ഇതിൻ്റെ കൂടെയുള്ള ഐയുടെയും ജെയുടെയും കൂടെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3 ഇല്ലേ, അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ എത്രയാടാ? 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ 9. എത്ര കിട്ടും? 9 × 10 14. റൂട്ട് 14 കിട്ടത്തില്ലേ മക്കളെ? അതങ്ങ് താഴത്തേക്ക് എഴുതിയാൽ മതി. റൂട്ട് 14. ഡയറക്ഷൻ കൊസൈൻസ് കഴിഞ്ഞു. 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വിട്ടുകളയല്ല കേട്ടോ. ഇനി ഡയറക്ഷൻ കൊസൈൻസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്ടർ എന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ? ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി വെക്ടർ ജോയിനിങ് എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് തരും. എന്നിട്ട് എ ബി എന്ന് പറയുന്ന ആ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോയും കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കണ്ടുപിടിക്കാൻ ഞാൻ പറയാൻ പോകണേ. മക്കളിവിടെ പോയിൻറ്റ്സ് ആയിട്ട് തരുവാണെങ്കിൽ, പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ IJK അല്ലാതെ, ഇതിങ്ങനെ അല്ലാതെ നമുക്ക് ഇങ്ങനെ തരും ചിലപ്പോൾ. അവർ പല രീതിയിൽ ചോദിക്കും, നമ്മൾ വിട്ടുകളയില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? AB കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് വെക്ടർ AB അല്ലേ വേണ്ടത്? അത് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ വെക്ടർ AB കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബിയിൽ നിന്ന് A കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് A കുറയ്ക്കുക. AB കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബിയിൽ നിന്ന് A കുറയ്ക്കുക. PQ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ Qയിൽ നിന്ന് P കുറയ്ക്കുക. ആ ഒരു ഐഡിയ ഓർത്തോ. എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് A കുറയ്ക്കാൻ പറഞ്ഞാൽ ബിയിലെ ഓരോന്നും, ബിയിൽ ആദ്യത്തെ ആരാണ്? -1. അവനെ ഇവനെ തമ്മിൽ കുറയ്ക്കുക. കാൽക്കുലേറ്റ് എടുത്തോ. നിങ്ങളല്ലാതെ കുറയ്ക്കാൻ പോയി ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം. ആദ്യം ഇവിടുത്തെ ആദ്യത്തെ ആരാണ്? -1. ഇവിടുത്തെ ആദ്യത്തെ ആരാണ്? 1. അത് തമ്മിൽ മൈനസ് ചെയ്യാൻ പോകണേ. -1 അടിക്കുക കാൽക്കുലേറ്ററെ. -1 എന്നിട്ട് മൈനസ് ഇടുക ദി നമ്പർ 1. കേട്ടല്ലോ? ആദ്യത്തെ ഇവനും മൈനസ് ഇട്ടിട്ട് മറ്റേ ഫസ്റ്റത്തേനകത്തെ ആദ്യത്തെ എലമെൻറ്റും. അപ്പോൾ എത്ര വരും? -1 -2 എന്ന് വന്നില്ലേ? അതിൻ്റെ കൂടെ ഒരു I ചേർക്കുക. വെക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ വെക്ടർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് IJK വേണം അതിൻ്റെ കൂടെ. സോ I ഇട്ടു. അടുത്ത ആരാന്ന് നോക്കാം. ഇതേ -2ഉം +2 അത് തമ്മിൽ കുറയ്ക്ക്. അപ്പോൾ എന്ത് വരും? -2 കാൽക്കുലേറ്റർ അടിച്ചാൽ, എന്നിട്ടൊരു മൈനസ് ഇട്ടിട്ട് ഈ നമ്പർ കാൽക്കുലേറ്റർ അടി 2. അപ്പോൾ എത്ര വരും? -4. രണ്ടാമത്തേന് J എന്ന് കൊടുക്കണം. അടുത്തവൻ ഇവിടുത്തെ നമ്പർ അടിക്കുക 1. എന്നിട്ട് മൈനസ് ഇട്ടിട്ട് ഇവിടുത്തെ നമ്പർ അടിക്കുക. ഇവിടുത്തെ നമ്പർ ആരാണ്? -3. തെറ്റിപ്പോലെ -3. അപ്പോൾ 1 -3 എന്ന് വരും. അപ്പോൾ 1 + 3 എന്ന് പറയുമ്പോൾ 4+ എന്ന് വരും. പ്ലസ് അല്ലേ? 1 - -3 1. അപ്പോൾ +4J എന്ന് വരും. AB എന്നൊരു വെക്ടർ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കണ്ടുപിടിക്കാം. ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായി. ഡയറക്ഷൻ റേഷ്യോസ് ആരൊക്കെയാടാ? ഇവിടെ കിടക്കുന്ന നമ്പേഴ്സ് -2ഉം -4ഉം +4. -2 അടുത്തത് -4 പിന്നെ 4. എടാ ഇതിൻ്റെ കൂടെ കിടക്കുന്ന നമ്പേഴ്സ് ആരാണോ അവന്മാരെങ്കിൽ എടുത്ത് എഴുതിയ ഡയറക്ഷൻ റേഷ്യോസ് ആയി. ഡയറക്ഷൻ കൊസൈൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ -2/- -4/4 എല്ലാത്തിൻ്റെയും താഴത്തുള്ള സ്ഥാനം കണ്ടുപിടിച്ചാൽ മതി. അത് എളുപ്പമാണ്, നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? റൂട്ട് സൈഡിൽ വേണം എഴുതാം. റൂട്ട്
ആരൊക്കെയാടാ? ഇതിൻ്റെ സ്ക്വയർ -2ൻ്റെ സ്ക്വയർ -2ൻ്റെ സ്ക്വയർ, അത് ബ്രാക്കറ്റിലിടണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ നെഗറ്റീവ് പോവും, പോസിറ്റീവ് നമ്പറേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റ് ഇടണേ. -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 അല്ലേ, -2ൻ്റെ സ്ക്വയറും 4 ആണ്. അപ്പോൾ 4 പ്ലസ് അടുത്തത് -4ൻ്റെ സ്ക്വയർ എത്ര വരും? -4 സ്ക്വയർ. ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നെഗറ്റീവിൻ്റെ സ്ക്വയർ, ചിലവർക്ക് നെഗറ്റീവ് തന്നെ കാൽക്കുലേറ്റർ അടിക്കുവാണെങ്കിൽ, കാൽക്കുലേറ്റർ കിട്ടുവാണെങ്കിൽ അത് ഓർത്തോളം ബ്രാക്കറ്റ് ഇടാനായിട്ടാണ്. -4ൻ്റെ സ്ക്വയർ 16 വരും. പ്ലസ് 4ൻ്റെ സ്ക്വയറും 16 തന്നെ. അപ്പോൾ 16 32 √36 എന്ന് വരും. അപ്പോൾ ഇത് √36 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി √36 വേണമെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 6 എന്ന്. √36 അല്ലേ, √36 കാൽക്കുലേറ്റർ അടിച്ചു നോക്കി 6 എന്ന് കിട്ടും. 6 എന്ന് കിട്ടുവാണെങ്കിൽ 6 എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം നമുക്ക്. -2 √36 6 അല്ലേ, -4/6 4/6 ഇത്ര എഴുതി വെച്ചാലും മതി കേട്ടോ. ഇവിടം വരെ എഴുതി വെച്ചാലും ഫുൾ മാർക്കാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എളുപ്പമല്ലേടെ മക്കളെ? വിട്ടുകളയൽ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. ആ പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം ഇത്ര എളുപ്പമുള്ള സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സമയം കളയിൽ 20 ദിവസമേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. അല്ലാത്തവർ നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.